My friends, this morning, some of you might be having the question, what can God do for me that I cannot do for myself? സ്നേഹിതരെ, ഇന്ന് നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ഇത്തരമൊരു ചോദ്യം ഉണ്ടായിരിക്കാം. സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ചെയ്യുവാൻ സാധിക്കാത്തത് എനിക്ക് വേണ്ടി ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയുമോ? Why do I need God? ദൈവത്തെ കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? How can He make me succeed in my life? ജീവിതത്തിൽ വിജയം വരിക്കത്തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുവാൻ ദൈവത്തിന് എങ്ങനെ How സാധിക്കും? can I overcome sin and become a good person before God? പാപത്തെ അതിജീവിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലൊരു വ്യക്തിയായി തീരുവാൻ എനിക്ക് എങ്ങനെ കഴിയും? So many questions in your heart. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. What can I expect from God today? ഇന്ന് ദൈവത്തിൽ നിന്ന് എന്താണ് എനിക്ക് പ്രതീക്ഷിക്കുവാൻ I കഴിയുക? can boldly say this morning that God answers all of these questions through one verse. ഒരു വചനത്തിലൂടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം നൽകുമെന്ന് ഞാൻ ധൈര്യസമേതം പ്രസ്താവിക്കുന്നു. In John 14:26, God promised a beautiful gift for us. യോഹന്നാൻ 14:26 അതീവ മനോഹരമായ ഒരു സമ്മാനം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. And He's going to give it to us this morning. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്കത് നൽകുവാൻ പോകുന്നു. Jesus talks about leaving His precious gift after He's gone to heaven. സ്വർഗ്ഗത്തിലേക്ക് പോയതിനു ശേഷം തന്റെ പക്കലുള്ള അമൂല്യമായ സമ്മാനം നമുക്ക് വിട്ടേച്ച് പോകുന്നതിനെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. It's none other than the Holy Spirit. ആ സമ്മാനം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവാകുന്നു. When you have the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ He will start leading you in the path of heaven. പരിശുദ്ധാത്മാവ് സ്വർഗീയമായ വഴികളിലൂടെ നിങ്ങളെ നയിക്കും. Yes, these are the last days. അതെ, ഇത് അന്ത്യകാലമാകുന്നു. These are our last moments before Jesus comes. യേശു വരുന്നതിന് മുൻപുള്ള അന്ത്യകാലം. And we must be sure of one thing, isn't it? ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം ഉറപ്പുണ്ടായിരിക്കണം. We must be sure of reaching heaven. നാം തീർച്ചയായും സ്വർഗത്തിൽ എത്തുമെന്ന കാര്യത്തിൽ. That's why God gives you this Holy Spirit, so that He will guide you through this wicked world to the path which leads to heaven. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദുഷ്ടലോകത്തിൽ നിങ്ങളെ വഴി നടത്തും, സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ നിങ്ങളെ നയിക്കും. Oh, we need Him badly, my friends. പ്രിയ സ്നേഹിതരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. We need the Comforter to take away all our burdens and worries and give us the heavenly experience even in this world. നമ്മുടെ ഭാരങ്ങളും വിഷമങ്ങളും എടുത്തു മാറ്റുന്നതിനും ഈ ലോകത്തിൽ സ്വർഗീയമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതിനും ആശ്വാസദായകനെ നമുക്ക് ആവശ്യമുണ്ട്. We need Him to even survive in this wicked world. ഈ ദുഷ്ടലോകത്തിൽ അതിജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. Surrender yourselves to Him സമ്പൂർണ്ണമായി ദൈവത്തിന് നിങ്ങളെ സമർപ്പിക്കുവിൻ. all through their lives. ജീവിതകാലം മുഴുവൻ Let this anointing which you've given them continue to last in. അങ്ങ് നൽകുന്ന അഭിഷേകം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. Let them be bubbling with your anointing every moment of the day as they talk to you and walk with you. ജീവിതത്തിൽ അങ്ങയോട് സംസാരിക്കുന്ന ഓരോ നിമിഷത്തിലും അങ്ങയുടെ അഭിഷേകത്താൽ അവർ നിറഞ്ഞിരിക്കട്ടെ. Father, we're thankful പിതാവേ, അങ്ങയോട് നന്ദി പറയുന്നു. because you love us so much that you care for us and you've come here to bless us. കാരണം അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു, ഞങ്ങൾക്കായി കരുതുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇവിടേക്ക് വന്നിരിക്കുന്നു. Thank you for blessing us. ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു.